ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലൊക്കെ കുറഞ്ഞ മാത്രം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ചോറൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്നാക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള സമയത്ത് ഒരു കപ്പ് ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട്. നോർമൽ നമ്മളെ വീട്ടിൽ ഏത് ചോറാണ് കഴിക്കുന്നത് അതെടുത്താൽ മതി. ഒത്തിരി വെന്ത് പോവാത്ത ചോറാണെങ്കിൽ മാത്രം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. നല്ലപോലെ വെന്തിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിവിടെ 1 ടീസ്പൂണോളം വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ചോറൊക്കെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കൊന്നും വേണ്ട, ചെറിയ ചെറിയ തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ ഒരു പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തതുമാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകവും 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, ഇതൊക്കെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നല്ലപോലെ കുഴച്ചെടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് മിക്സാക്കി എടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മളിവിടെ ചോറും ഉള്ളിയുടെ മിക്സൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, ആ സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്ത് കൊടുക്കുക. വടയുടെ ഷേപ്പിലോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ പൊക്കവട ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞതായിട്ട് നുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരികയും ചെയ്യും. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. നമ്മൾ ഇതിൽ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയമാണ് എടുത്തുള്ളത്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള നോർമൽ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായക്കോപ്പോ അതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല മുരുമുരായിരിക്കുന്ന ഇതുപോലുള്ള സ്നാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.